നീ എന്തിനാ എത്ര കിടന്ന് കരയണ? അത് കൊടി ഉയർത്താൻ വേണ്ടി വന്നല്ലേ? അതും ഒരു വടിയും കൊണ്ട് പിടിച്ചിട്ട് കുത്താൻ വേണ്ടി പോയപ്പോ ആവശ്യത്തിനുള്ളത് കിട്ടി ഇല്ല? അത് കിട്ടിയല്ലേ? ആ എന്തെന്ന് പറഞ്ഞു സുജാങ്ക? വടി മാറ്റി വടി മാറ്റി. ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15 ആണ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അംഗൻവാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അതായത് അംഗൻവാടിയിലൊക്കെ ചേർന്നിട്ടുള്ള ആദ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആദ്യമായിട്ടാണ് ആദ്യം ഇങ്ങനെ കൊടി ഉയർത്തുന്ന പരിപാടിക്കൊക്കെ പോണത് തന്നെ. വലിയ കാര്യത്തേക്ക് പോയതാണ്, പക്ഷേ ആളവിടെ ചെന്നപ്പോഴേക്കും നല്ല കരച്ചിലായിരുന്നു. അവനാണെങ്കിൽ അംഗൻവാടിയിൽ ഇപ്പോൾ കാണുന്നത് തന്നെ ഭയങ്കര കരച്ചില്ല. ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ അംഗൻവാടി പോകാണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ആയപ്പോഴേക്കും അവൻ അംഗൻവാടിയിൽ നിന്ന് കേൾക്കണത് തന്നെ ഭയങ്കര സങ്കടമുള്ള കാര്യമായി മാറി. അപ്പോൾ അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായില്ല. ആൾക്കാരൊക്കെ എല്ലാവരും എത്തി തുടങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ എത്ര കിടന്ന് കരയണ? അത് കൊടി ഉയർത്താൻ വേണ്ടി വന്നല്ലേ? അതിൻ്റെ കയ്യിലില്ലേ? അപ്പൊ ഞങ്ങളിനി പോകൂലല്ലോ. കരയോ? കരയോ? എന്തിനാ കരയണ? പുന്നാരം പുന്നാരം വന്ന എന്തിനാ പോണോ? ഇത് കഴിഞ്ഞിട്ട് പോകാം. ഇതിപ്പോ കഴിയും, കഴിഞ്ഞിട്ട് പോകാം കേട്ടാ. അതെയല്ലേ കേട്ടാ. എന്താണ് അത്? സുജി മറിക്കാൻ പോയാ? കണ്ടാ ആ കച്ചടയില് സുജി കയറിയിരുന്നല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോയി അടുക്കളയിലോട്ട് പോണേ. രണ്ടും കൂടി ഇവിടെ ഇരുന്നോളാം. കുരുത്തക്കേടൊന്നും കാണിക്കാൻ നിൽക്കരുത്. അത് സുജാങ്കയാണ് അതിനെ നോക്കാൻ നിൽക്കണേ കേട്ടാ. അങ്ങനെ രണ്ടിനെയും കൂടി അവിടെ ഇരുത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി. അടുക്കളയിലേക്ക് പോയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് ഈ ക്യാമറ ഇപ്പോഴത്തെ ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇരിക്കുന്നത് അല്ലേ? ഇവിടെ അല്ലേ കുറച്ചും കൂടെ വേണം. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ പാമ്പമ്പൂലയുടെ അവിടെയുള്ള മീൻകാരനൊന്നും മീൻ വിൽക്കൂല. ശനിയാഴ്ച ദിവസം വിൽക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇറച്ചി വാങ്ങിക്കലൊക്കെ ആണെങ്കിൽ രാത്രിയേ വാങ്ങിക്കുള്ളൂ. ഐ മീൻ നാളത്തേക്ക് വേണ്ടി മെയിനായിട്ട് ഇറച്ചി വാങ്ങിക്കുള്ളൂ. പിന്നെ ഇപ്പം ഞാനും സുജിയും കൊച്ചും മാത്രമേ ഉള്ളൂ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്. പച്ചക്കറി ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് തക്കാളി ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്ക് അമ്മച്ചി തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും പിന്നെ തക്കാളി വെച്ചിട്ട് തക്കാളിച്ചാറും ഉണ്ടാക്കാം. ബീട്രൂട്ട് ഒരു പീരോതുക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേണമെങ്കിൽ മുട്ട വറുത്താൽ മതിയല്ലോ. അപ്പോൾ മുട്ട ഓൾറെഡി ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മുട്ട വറുക്കാം. ഒരു ബീട്രൂട്ട് ഉപ്പേരി എന്ന് പല സ്ഥലത്ത് പറയും. ഞങ്ങൾ ഇവിടെ പീരോതുക്കൽ എന്ന് പറയും. അങ്ങനെ പല രീതിയിലൊക്കെ പറയും. അപ്പോൾ ഞാൻ ബീട്രൂട്ട് പീരോതുക്ക പിന്നെ തക്കാളിച്ചാറ് ഉണ്ടാക്കാം.
അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള എൻ്റെ കറിയുടെ പ്രിപ്പറേഷൻ. ഞാൻ അങ്ങനെയാണ് മനസ്സിൽ കണക്കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ സമയം കിട്ടണ പോലെ ഇരിക്കും. അപ്പോൾ സുജിയങ്കയാണ് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. അപ്പോൾ അതിന് നോക്കാൻ സുജിയങ്ക ഉള്ളത് കൊണ്ട് അതും അവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നുള്ളൂ. അപ്പോൾ ആ നേരത്തിന് എൻ്റെ പണികളൊക്കെ എല്ലാം എനിക്ക് വേഗം ചെയ്ത് തീർക്കണം. ഞാനിപ്പോൾ നമ്മുടെ തക്കാളിച്ചാറിനുള്ള തക്കാളിയൊക്കെ അരിഞ്ഞ് ഉപ്പും പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി പടപ്പത്തോട്ട് വെച്ചു. അപ്പോൾ അത് അടപ്പത്തിരുന്ന് വേഗം നേരം കൊണ്ട് ബീട്രൂട്ട് അരിഞ്ഞെടുക്കാമല്ലോ. ബീട്രൂട്ട് അപ്പോൾ അരിഞ്ഞ് ഞാൻ എന്താ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു ഇതിനകത്തിട്ട് ഈ ഒരു എന്താ പറയുക ചോപ്പറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചോപ്പറിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് നിന്നിട്ട് അരിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാകുമ്പോൾ വേഗം വേഗം പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഉരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഉരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നൂല് പോലത്തെ അങ്ങനത്തെ രീതിയിലും ചില സമയത്ത് പീരൊതുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കാം, ചോപ്പെല്ലാം അരിഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പച്ചക്കറി മാത്രമായിട്ട് ചോറ് തിന്നുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. പിന്നെ ചാറായിട്ട് തക്കാളിച്ചാറ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകും. എനിക്ക് എപ്പോഴും ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മീനിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആദ്യമേ അരിഞ്ഞിട്ട് വെച്ച ബീട്രൂട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് തന്നെ ബാക്കി ഉണ്ടായിരുന്ന ബീട്രൂട്ടും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കാരണം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടില്ലെന്നാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് വലിക്കാൻ പറ്റത്തില്ല, സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വലിയ പീസാക്കി ഇടാറില്ല, ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ അതിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഇപ്പോൾ താളിച്ച് അടപ്പത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങാപ്പീരയും കൂടി ഇട്ടാൽ മാത്രം മതി. പിന്നെ അപ്പോൾ ചാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങയ്ക്കെല്ലാം ചിരണ്ടി അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ സുജിയാണെങ്കിൽ ഇപ്പോൾ പുറത്തോട്ട് പോയതുകൊണ്ട് അതും അവിടെ ഒറ്റക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ പാട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അവന് മറ്റേ ഫേവറേറ്റ് പാട്ടുണ്ടല്ലോ, മറ്റേ വേലുമുരുക, ആ പാട്ട് വെച്ചെടുത്തിട്ട് അവൻ അവിടെ കിടന്നിട്ട് ചൂലൊക്കെ പിടിച്ചിട്ട് എന്താണ് കാണിക്കണം, ഞാൻ കാണിച്ചു തരാം. എന്താ കാണിക്കണ അതോടാ? ആണാ വേല ഇതിനങ്ങനെ കറങ്ങുക? അതിന് ചൂലെന്തില്ല നിനക്ക്? നിനക്ക് താഴെ നിന്ന് കാണിക്കാൻ പാടില്ല ഇത്. അങ്ങനെ ഇപ്പം ഞാൻ തക്കാളി ചാറിനുള്ള അരപ്പൊക്കെ അരച്ചിട്ടായിരുന്നു. അപ്പം ഇനി ഇതൊന്ന് താളിച്ചും കൂടെ എടുക്കണം. ഇപ്പോഴത്തെ അടപ്പിൽ ബീട്രൂട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ബീട്രൂട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ബീട്രൂട്ട്. ഇനി ഇച്ചിരി നേരം കൂടി ഞാനിപ്പോൾ തേങ്ങാപ്പീരി ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തേങ്ങാപ്പീരി ഇപ്പം ഇട്ടതുകൊണ്ട് ഇച്ചിരി നേരം കൂടി കഴിഞ്ഞിട്ട് ബീട്രൂട്ടും കൂടെ ഓഫാക്കി വെക്കാം. കാരണം ബീട്രൂട്ടിൻ്റെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സുജിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു. സുജി ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് സുജിനോട് സുജി 2 ഓംപ്ലേറ്റ് ഉണ്ടാക്കി തന്നുകൊണ്ട് സുജി ഇപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതും ഒരു വടിയും കൊണ്ട് പിടിച്ചിട്ട് കുത്താൻ വേണ്ടി പോയപ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടി. ഇല്ല അത് കിട്ടിയല്ലേ? ആ, എന്തെന്ന് പറഞ്ഞ സുജിയാങ്ക? വടി മാറ്റെന്ന് പറഞ്ഞാ? ആ ആണോ? ചെല്ലി പപ്പയുടെ അടുത്തേക്ക് കളിക്ക്. പപ്പ വന്നായിരുന്നു. പപ്പ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പപ്പ പെട്ടെന്ന് കട വന്നിട്ടുണ്ട്. ഞാനിന്ന് ഉച്ചവരെ നിന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതേ പപ്പ വന്നു. പപ്പ പക്ഷേ ആള് ഭയങ്കര റെസ്റ്റിലാണ്. ഓംലെറ്റോ? ഓംലെറ്റാണോ വേണ്ടത്? അത് ബുൾസൈ എന്ന് പറഞ്ഞത് സുജിയങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം പൂച്ച എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി. അങ്ങനെ മുട്ടയും വറുത്ത് കഴിഞ്ഞു. ചാറും ബീട്രൂട്ട് തോരനൊക്കെ റെഡിയായി. അപ്പോൾ ബീട്രൂട്ടും ചാറും മുട്ട വറുത്തൊക്കെ കൂട്ടി ഉച്ചക്കത്തേക്ക് നല്ല ഒന്നാന്തര ഊണായി. തക്കാളി ചാറ് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. തക്കാളി ചാറും കൂട്ടി കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അല്ലാത്ത സമയത്തൊക്കെ മീൻ വേണമെന്നൊക്കെയുള്ള ചെറിയൊരു ആഗ്രഹമുള്ളൂ. ഇല്ല, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഉള്ളത് വെച്ച് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ട് കഴിക്കുക.
അപ്പോൾ മീനും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ലൂബിക്കയുടെ അച്ചാറും കൂടെ ഉണ്ടായിട്ടു. കഴിഞ്ഞ ദിവസം ചേട്ടയൊക്കെ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് ലൂബിക്കയുടെ അച്ചാർ. ഞാനത് കഴിച്ച് നോക്കിയിട്ടുണ്ടായില്ല, കഴിഞ്ഞ സൺഡേ എങ്ങോട്ട് വാങ്ങിച്ച അച്ചാറാണ്. അപ്പോൾ ഞാൻ ഇന്നാണ് ശരിക്കും കഴിച്ച് നോക്കുന്നത്. പക്ഷേ അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ലൂബിക്കയുടെ അച്ചാർ കഴിച്ചിട്ടില്ല, അതുപോലെ ലൂബിക്കയും കഴിച്ചിട്ടില്ല, അത് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കടിച്ചു വന്നപ്പോഴേക്ക് ആദ്യമേ എനിക്ക് എന്തോ ഒരു അതിൻ്റെ കുരു എന്താണ്ട് സാധനം ഇട്ട് പിടിച്ച് ഞാൻ കുരു ആയിട്ട് കടിച്ചു. അപ്പോൾ സുജി പറഞ്ഞു അതിനകത്ത് നിറച്ച് കുരുവായിരിക്കുമല്ലോ, അതങ്ങനെ അധികം കടിക്കരുതെന്ന് പറഞ്ഞു. ഞാനിതുവരെ ലൂബിക്ക കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് സുജി പറയുന്നത് ഫ്രിഡ്ജിൽ ഉണക്കമീൻ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളി ചാറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഉണക്കമീനായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് ഫുഡ് എന്തായാലും കഴിച്ചു പോയില്ലേ. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആദ്യം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് കിടന്നുറങ്ങിയത്. അപ്പം 4 മണിക്ക് ഇപ്പോൾ അവൻ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പം കടിയും കൊണ്ടാണ് വന്നത്. പുണ്ടമ്പൊരി ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കി, കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും കൂടെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പനാണെങ്കിൽ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല, പകരം സ്നാക്സാണ് കഴിക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനും അമ്മയും കൂടെ റെഡിയായി പള്ളിയിൽ പോയി. ഇന്ന് ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും കൂടിയാണ്. അപ്പോൾ സ്വർഗാരോപണ തിരുനാൾ ഞങ്ങൾ ക്രിസ്ത്യൻസിനെന്ന് പറഞ്ഞാൽ കടമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അന്നത്തെ ദിവസം പള്ളിയിൽ പോകണമെന്നാണ്. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഓഗസ്റ്റ് 15 പള്ളിയിൽ പോകാനുള്ള ചിലപ്പോൾ മുടങ്ങി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയപ്പോൾ പള്ളിയിൽ പോയി ഇപ്പോൾ കുർബാന കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ റോസമ്മ വന്നിട്ടുണ്ടായിരുന്നു. റോസമ്മ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴേക്ക് റോസമ്മക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ 1-2 സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നു. എൻ്റെ ഇന്നലെ മരുന്ന് വാങ്ങിച്ചെങ്കിലും ഇന്നലെ ഞാൻ ആ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. മരുന്ന് കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചത് വെറുതെ ആയിപ്പോയി. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി വന്നപ്പോഴേക്കും എൻ്റെ മരുന്ന് കൊണ്ടുവന്നു. പിന്നെ എൻ്റെ 1-2 സാരി ഉണ്ടായിരുന്നു, അപ്പോൾ അതുമൊക്കെ കൂടി കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കുർബാന കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് ഞങ്ങൾ ഉറക്കമായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകാൻ നേരത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് വന്ന വഴിക്ക് ഇതേ അമ്മാമ്മയുടെ കൂടെ അത് വന്നു. മമ്മി എവിടെ പോയേച്ചാണ്, മമ്മി അതിനെ കൊണ്ടാണ്ട് എവിടെ പോയേച്ചാന്ന് പറഞ്ഞ് കരച്ചിലിങ്ങനെ തുടങ്ങി വന്നു. പിന്നെ അതേ വന്നു. അത് കുറേ നേരം മമ്മീനെയും കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉറക്കപ്പിച്ചൊക്കെ കുറച്ചൊരു ഇതൊക്കെ പോയി. ഇപ്പം പപ്പയും മോനും കൂടെ ചിക്കൻ കറി വാങ്ങിക്കാനല്ല ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടിയിരിക്കണേ. അപ്പോൾ പിന്നെ പപ്പ പുറത്ത് പോകുമ്പോഴേക്കും അതിന് ഭയങ്കര ഇഷ്ടമാണല്ലോ കൂടെ പോണത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി പപ്പ പോകുമ്പോൾ പപ്പയുടെ കൂടെ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പോകുമില്ലെന്ന് അറിയാൻ പാടില്ല. ഇയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആൾക്കാർ പഴഞ്ചൊല്ല് പറയില്ലേ, എന്താണ് പറയണ വാക്ക് പഴയ ചാക്കോ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊരു പഴഞ്ചൊല്ല് പറയും, എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതേപോലെയാണ് സ്വഭാവം. എന്താണ് പഴഞ്ചൊല്ല് പറയണത്? എന്തോ ചാക്കും പഴയ ചാക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്റെ വാക്കും പഴയ ചാക്കം കണക്കാണെന്ന് പറയില്ല, അതേപോലെ ഒന്നും വലിയ ഉറപ്പില്ലാത്ത സംഭവമാണ്. അപ്പോൾ പോകുകയില്ലെന്ന് നമുക്ക് കണ്ടറിയാം. ശരിക്കും പറഞ്ഞാൽ സുജി അവിടെ ബോക്സിനകത്ത് ചെറിയ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അത്ര ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ചേട്ടൻ എന്തായാലും പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി. മെയിനായിട്ട് ആദുവിനൊരു ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദുവിന് ഭയങ്കര സന്തോഷത്തിരിക്കണേ, കാരണം എന്തായാലും അവന് കളിപ്പാട്ടം വാങ്ങിക്കുമല്ലോ. അങ്ങനെ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ പല കടകളിൽ കയറിയിട്ടും ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് മാത്രം കിട്ടിയില്ല. വേറെ എല്ലാ കളിപ്പാട്ടങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറി, അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിശാലിൽ കയറി. വിശാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഉള്ളൊരു ഷോപ്പാണ് മെയിനായിട്ട്. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് വിശാലിൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെയും കയറിയിട്ട് അവിടെയും കിട്ടിയില്ല. പിന്നെ അവസാനം തോപ്പുംപടിയിലോട്ട് പോയി. അപ്പോൾ വിശാലിൽ നിന്ന് ഇറങ്ങാൻ നേരപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ. അപ്പോൾ തിരക്കുള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ ഇങ്ങനെ വണ്ടി എടുക്കും, പിന്നെ ബ്രേക്ക് ഇടും, പിന്നെയും വണ്ടി എടുക്കും, പിന്നെയും ബ്രേക്ക് ഇടും. അങ്ങനെ ഫുള്ളിങ്ങനെ കുലുങ്ങി ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നാമത് രാത്രിയുമായിട്ടുണ്ടായിരുന്നു, ജോലിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്ന തിരക്കായിരുന്നു. ലാസ്റ്റ് തോപ്പുംപടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു കടയിൽ ഒരു സ്ഥലത്തൊന്നും ഷീൽഡ് കിട്ടിയില്ല. അവസാനം അവിടെ കണ്ട ക്യാപ്റ്റൻ അമേരിക്കയുടെയും സ്പൈഡർമാൻ്റെയും എല്ലാവരുടെയും കൂടിയിട്ടുള്ള അവഞ്ചേഴ്സിൻ്റെ ഫുള്ളൊരു സെറ്റ് ഉണ്ടായിരുന്നു. ആ സെറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. കിട്ടിയല്ലേ, സാധനം കിട്ടിയല്ലേ.
അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷവർമ്മയുടെ കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടോയ്സ് വാങ്ങിച്ചങ്ങടെ ഇറങ്ങിയപ്പോഴേക്കും ഷവർമ്മയുടെ നല്ല മണം വന്നിട്ടാണെങ്കിൽ എനിക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നാ ഷവർമ്മ വാങ്ങിച്ചായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കടയുടെ ഓണർ അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു ഷവർമ്മ വാങ്ങിച്ച് കൊടുക്കുന്നേ, ആ പുള്ളിക്കാരത്തിൻ്റെ ഇഷ്ടമല്ലേ ഒരു ഷവർമ്മ അങ്ങോട്ട് വാങ്ങിച്ച് കൊടുക്കുന്നു പറഞ്ഞു. കേട്ട വഴി ഞാൻ വേഗം ഓടി അകത്തോട്ട് കയറി. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, എന്നാ വാ ഒരു ഷവർമ്മ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ 2 ഷവർമ്മ പറഞ്ഞു. ഒരെണ്ണം ചേട്ടനും പറഞ്ഞു, ഒരെണ്ണം എനിക്കും പറഞ്ഞു. അതിനെന്തായാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എന്തായാലും കഴിക്കുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവന് പ്രത്യേകം വേറെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും വാങ്ങിക്കണതിനകത്ത് തന്നെ കൊടുത്താൽ മതിയല്ലോ. ഷവർമ്മ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ഷവർമ്മ വാങ്ങിക്കുന്നത്. പണ്ടെങ്ങാണ്ട് ഷവർമ്മ കഴിച്ചതാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ അൽഫാം ആ സംഭവമാണ് എപ്പോഴും വാങ്ങിക്കാറ്. ഷവർമ്മ കുറേ നാളായി വാങ്ങിച്ചിട്ട്. അങ്ങനെ കുറേ നാൾ കൂടി ഷവർമ്മ കഴിക്കായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റൊമാലി റൊട്ടിയിലൊക്കെ ഉണ്ടായിരുന്നുള്ള ഷവർമ്മയായിരുന്നു. എൻ്റെ ഷവർമ്മ ഞാൻ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ അവൻ എടുത്തുകൊണ്ട് പോകണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇതേ മര്യാദക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, അല്ലെങ്കിൽ അവനത് താഴത്തിട്ട് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുവാണെങ്കിൽ പിന്നെ കുരങ്ങനെ പോലെയായിരുന്നു. അപ്പുറത്തോട്ടും ചാടും ഇപ്പുറത്തോട്ടും ചാടും. ആദ്യം എൻ്റെ സൈഡിൽ വന്നിട്ട് എൻ്റെ ഷവർമ്മയിൽ നിന്ന് ഒരു ബൈറ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടയുടെ സൈഡിൽ പോയിട്ട് ചേട്ടയുടെ സൈഡിൽ നിന്ന് ഒരു ബൈറ്റ് കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കടിക്കുമ്പോഴാണെങ്കിലും അവൻ സൈഡിൽ നിന്ന് കടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തെങ്കിലും താഴത്തോട്ട് പോകാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈ പിടിച്ചേക്കും. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വന്ന വഴി ATM കയറാനുണ്ടായിരുന്നു. അതുവാണെങ്കിൽ ATM ഉള്ളിൽ നിന്ന് എന്നെ പുറത്തോട്ട് നോക്കി നിന്നിട്ട് ഞാൻ ഏതാണ്ട് ജയിലിൽ കിടക്കുകയാണ് അമ്മ എന്നുള്ള രീതിയിൽ എന്നിട്ട് നോക്കായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ടോയ്സ് എല്ലാവരും കാണിക്കണം അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവഞ്ചേഴ്സിലെ എല്ലാവരും നിലത്തിട്ടിട്ട് ഇതാരാണ് അതാരാണെന്നൊക്കെ അപ്പാപ്പനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പാപ്പ ചോദിക്കും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയും ഇത് ഹൾക്കാണ്, അത് ക്യാപ്റ്റൻ അമേരിക്കയാണ്, ഇത് സ്പൈഡർമാൻ ആണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.